talking like you think you're royalty. You think that I'm afraid, but I don't break. I heard you question my stability. രാവിലെ ഞാൻ എഴുന്നേറ്റ് പുറത്തേക്ക് നോക്കിയപ്പോൾ ഇതായിരുന്നു കാഴ്ച. നല്ല മഴയും കാറ്റും. ഇന്ന് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് മഴയുടെ ഒരു വീഡിയോ ചെയ്താലോ എന്ന് ആലോചിച്ചത്. പല്ല് തേപ്പ് ചായയും കൂടിയും കഴിഞ്ഞു. എൻ്റെ മൊബൈലും കൂടെ എടുത്തു ഞാൻ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി. ഒറ്റയ്ക്കാണ് യാത്ര. ഈ പെരുമഴയത്ത് ആരെ വിളിച്ചാലും വരില്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് തന്നെ ആരെയും വിളിക്കാൻ നിന്നില്ല. പ്രത്യേകിച്ചൊരു പ്ലാനുമില്ല. കുറേ ഷോട്ടുകൾ എടുക്കണം എന്ന് മാത്രമായിരുന്നു ലക്ഷ്യം. കോരിച്ചൊരിയുന്ന മഴ, അകമ്പടിയായി വീശുന്ന കാറ്റ്, ഈണത്തിൽ പാടുന്ന ചീവീടിൻ്റെ ശബ്ദം. മറ്റൊന്നും കാണാനോ കേൾക്കാനോ എനിക്കിവിടെ പറ്റുന്നില്ല. സാധാരണ ദിവസങ്ങളിലെ പോലെ തേൻ കുടിക്കാൻ വരുന്ന ചിത്രശലഭത്തെയോ വട്ടമിട്ടു പാറുന്ന തുമ്പികളെയോ കൂകിപ്പാടുന്ന കുയിലുകളെയോ കാക്കകളെയോ ഇന്നിവിടെ കാണാൻ കഴിയുന്നില്ല. മഴയായിരിക്കാം ഇതിനൊരു കാരണം. പുറത്തിറങ്ങാതെ വീട്ടിൽ തന്നെ ഇരിക്കാൻ ഇതായിരിക്കാം അവരെ നിർബന്ധിക്കുന്നത്. നമ്മുടെ കുട്ടിക്കാലത്ത് ഇതേപോലെയുള്ള മഴക്കാലത്ത് ഇങ്ങനെ കളിക്കാത്തവർ കുറവായിരിക്കും. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അതൊരു കാലം. ഒറ്റയ്ക്കായതുകൊണ്ടായിരിക്കാം എനിക്ക് ഇതെല്ലാം ആസ്വദിക്കാൻ പറ്റിയത്. മഴക്കാലത്ത് സ്കൂളിലേക്ക് നടന്നു പോകുന്നതും ഗോലി കളിയും എന്തു രസമായിരുന്നു അല്ലേ? കേരളത്തിൽ കഴിഞ്ഞ 2 വർഷം സംഭവിച്ചതുപോലെ വീണ്ടും ഒരു പ്രളയമുണ്ടാകുമോ? കഴിഞ്ഞാൽ നമ്മുടെ കാര്യം കട്ടപ്പുകയാണ്. നമ്മുടെ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ചൈനയിലും ഇപ്പോൾ പ്രളയമാണ്. ഇനി ഒരു പ്രളയം കൂടി നമുക്ക് താങ്ങാൻ കഴിയില്ല. ഇവിടെ ഒരു ചെറിയൊരു അണക്കെട്ടുണ്ട്. അവിടെയുള്ള കാഴ്ചയിലേക്ക് ഇനി നമുക്ക് പോകാം. അണക്കെട്ടിലെ കാഴ്ചകൾ കണ്ട് പതിയെ നടക്കാൻ തീരുമാനിച്ചു. മഴയും വയലിലൂടുള്ള നടത്തവും നല്ല രസമാണ്. ഉറവ പൊട്ടി കൈച്ചാലിലൂടെ വരുന്നതും ഇതുവഴിയുള്ള ചാടിച്ചാടിയുള്ള നടത്തവും അതൊരു അനുഭവം തന്നെയാണ്. കുറച്ചു കാലം കൂടി കഴിഞ്ഞാൽ ഇവിടെയെല്ലാം വീടും മറ്റും വരും, ഉറപ്പാണ്. പിന്നെ ഇത് ഒന്നും നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെയുള്ള വീഡിയോകളെല്ലാം എടുത്ത് സൂക്ഷിച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. കാരണം എൻ്റെ മക്കൾക്കോ കുട്ടികൾക്കോ എൻ്റെ കൊച്ചുമക്കൾക്കോ എല്ലാം പറഞ്ഞു കൊടുക്കാം, പണ്ട് ഇതുപോലെയാണ് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നതെന്ന്. പെട്ടെന്നാണ് ഞാൻ ആ കാഴ്ച കണ്ടത്. അടുത്തുള്ള കുളത്തിൽ നിന്നും ഒരു PVC പൈപ്പ് വഴി വെള്ളം പുറത്തേക്ക് വരുന്നുണ്ട്. ആ ചെറിയ പൈപ്പിലേക്ക് ചെറിയ ചെറിയ പരല് മീനുകൾ കുളത്തിലേക്ക് കയറിപ്പോകുന്നത്. ഈ കാഴ്ചയും കണ്ട് ഞാൻ കുറച്ചു നേരം അവിടെ ഇരുന്നു. എന്ത് രസമാണ് ആ കാഴ്ച. പിന്നെ ഞാൻ നേരെ പോയത് നെൽപ്പാടത്തിലെ കാഴ്ചയിലേക്കാണ്. അവിടെയുള്ള കാഴ്ചകൾ ഇനി നമുക്ക് കുറച്ചു നേരം കാണാം. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.